ഹായ് ഹലോ. അപ്പോൾ കുറച്ച് ദിവസമായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ട് നമ്മൾ ജോലി കഴിഞ്ഞിട്ട് നേരെ ബാത്റൂമിൻ്റെ പണി കഴിഞ്ഞാലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ബാത്റൂമിൻ്റെ പണിയും കഴിയണം, വാതിലൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ വീട്ട് നമ്പറിനൊക്കെ അപേക്ഷിക്കാൻ. അപ്പം അതിന് വേണ്ടിയിട്ട് ചേട്ടായി നേരത്തെ വന്നു. അപ്പോൾ എന്നോട് തിരുവമ്പാടി വരെ പോവാം. ചേട്ടായി പല സ്ഥലങ്ങളിൽ പോയി നോക്കി കേട്ടോ. അപ്പം ഓമശ്ശേരിയിലും തിരുവമ്പാടി, മുക്കത്ത്, അരീക്കോടൊക്കെ പോയിട്ടോ. തിരുവമ്പാടി പോയില്ല, തിരുവമ്പാടിയിൽ ഇന്നലെയാണ് പോണത്. പോയി നോക്കി പല സ്ഥലങ്ങളിൽ നോക്കിയാലല്ലേ നമുക്ക് വിലയിൽ എന്താ വ്യത്യാസം എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ തിരുവമ്പാടിയിലൊന്ന് പോകാമെന്ന് ചോദിച്ചു. അങ്ങനെ തിരുവമ്പാടി ചെല്ലുന്ന ഭാഗത്ത് തന്നെയുള്ള ആദ്യം ഒരു ഷോപ്പിൽ കയറി കേട്ടോ. അപ്പോൾ അവിടെ വിലയൊക്കെ ചോദിച്ചു. നല്ല ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്കിതിനെക്കുറിച്ചൊന്നും പറയാനും അറിയില്ല, എങ്ങനെ എന്താണെന്നൊന്നും അറിയാത്തത് കൊണ്ട് ഞാനിങ്ങനെ ചുമ്മാ നോക്കി നടന്നു എന്നല്ലാതെ അഭിപ്രായങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചുമ്മാ പേരിന് പോയി എന്നേ ഉള്ളൂ. അതിൻ്റെ കളർ കോമ്പിനേഷൻ പോലും എനിക്കറിയില്ല. പിന്നെ അവിടെ നിന്ന് ഇവരിങ്ങനെ വെച്ച് തന്നപ്പോഴാണ് ഭിത്തിക്ക് വെച്ചിട്ട് താഴെ വെച്ച് നോക്കി, അങ്ങനെയൊക്കെയാണ് അവരത് ഇതാവുന്നത് കേട്ടോ. പിന്നെ വേറെ ഒരു ഷോപ്പിൽ പോയി കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് ഈ കണ്ണാടീൻ്റെ മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുത്തതാണ്. നല്ല രസമുണ്ട്. കുടു പിന്നെ നല്ല അടിപൊളിയായിട്ട്, കുടുവിന് ഭയങ്കര ഇഷ്ടമായി. കുടു അമ്മ ഇത് അത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. കുടു അതിൻ്റെ അകത്ത് കൂടെ ഒക്കെ പോയി കണ്ട് ഓടി നടന്ന് കളിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഇവിടെ നല്ല AC ഒക്കെ ഇട്ടിട്ട് നല്ല പുറത്തുള്ള യാതൊരു ചൂടും ബഹളവും ഒന്നും അറിയുന്നില്ല കേട്ടോ. അപ്പോൾ കുടു അതിൻ്റെ ഉള്ളിൽ നല്ല കളി കളിച്ചു. ഞാൻ കുറേ നേരമൊക്കെ അവർ നോക്കുന്നതും പറയുന്നു, ഇവരെന്തൊക്കെയോ അളവും കാര്യവും പിന്നെ വിലയും പിന്നെ അതിൻ്റെ എന്തൊക്കെയോ മോഡൽ ഏതോ കമ്പനീൻ്റെ ഒക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം കേട്ടിരുന്നു. ഞാൻ അവിടെ പോയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ട് പിന്നെ അവരെന്നെ പറഞ്ഞു ഓരോ എന്താ കൊട്ടേഷനോ അങ്ങനെ ഇത്ര മൊത്തത്തിലാവുമ്പോൾ എത്രയാവും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിപ്പോൾ എന്താ ബാത്റൂമിനാകെ എത്ര 140 അടിയോ അങ്ങനെ എന്തൊക്കെയോ കണക്കൊക്കെ ആയിരുന്നു പറയുന്നത് കേട്ടത്. അപ്പോൾ അതൊക്കെയാണ് ഉള്ളത് കേട്ടോ. അങ്ങനെ അത് നോക്കി അവരോട് ഏകദേശം വിലയൊക്കെ ചോദിച്ചു. രണ്ട് സ്ഥലത്തുനിന്നും പല രീതിയിലുള്ള ഓരോ സാധനത്തിൻ്റെ റേറ്റിനനുസരിച്ചുള്ള വിലയാണ് കേട്ടോ. ഏറ്റവും കുറഞ്ഞത് 50, 40, 35, പിന്നെ അതിൻ്റെ താഴോട്ടില്ലാന്ന് തോന്നുന്നു. അതിൻ്റെ താഴോട്ടില്ല 40, 45, പിന്നെ 60, അങ്ങനെ നല്ല ഭംഗിയുള്ളതിനൊക്കെ അതിലും വില വരും കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കി കണ്ട് സിങ്കും ഒക്കെ കാണിച്ചു തന്നു കേട്ടോ. നോക്കിക്കോ ഏതാ സിങ്ക് എന്നൊക്കെ നോക്കിക്കോ. ഞാൻ പറഞ്ഞു നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയൊക്കെ കണ്ട് കേട്ട് ഞങ്ങൾ നേരെ വൈകിട്ട് പിന്നെ തിരിച്ചു പോന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഓർഡർ കൊടുത്തിട്ടൊന്നുമില്ല, നമ്മളങ്ങനെ കണ്ട് പോരുകയാണ് ചെയ്തത്. കാരണം വിലയൊക്കെ ഒന്ന് അറിയാം, ഏറ്റവും കുറവ് അപ്പോൾ നമ്മൾ നോക്കിയിട്ട് അരീക്കോടാണ് കേട്ടോ നമ്മൾ നോക്കിയതിൽ നമുക്ക് കുറവ് തോന്നിയത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നേരെ വന്നപ്പോൾ ചേട്ടായി വന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ വാട്ടർ പ്രൂഫ് അടിക്കുന്നുണ്ട് കേട്ടോ, ലീക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടേ. നമ്മൾ ബാത്റൂമിലാകുമ്പോൾ ഇതെന്തിനാ ലീക്ക് ഇല്ലാതിരിക്കാനാന്ന് തോന്നുന്നു, ഭിത്തിക്കില്ലെങ്കിൽ നനവ് ഇതാവുന്നത്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇതടിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ചേട്ടൻ വന്നപാടെ ആദ്യം ഒരു കോട്ടിങ് നേരത്തെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ഇതും കൂടെ വാട്ടർ പ്രൂഫ് അടിക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പം ബാത്റൂമിൻ്റെ താഴെ ഭാഗവും പൈപ്പ് വരുന്ന ഭാഗത്തും ഒക്കെ ഈ വാട്ടർ പ്രൂഫ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചേട്ടൻ ചെയ്തു. പിന്നെ നമ്മൾ കുറച്ചുകൂടെ നമുക്ക് എന്താ പറയുക, വല്ലാത്തൊരു മണ്ടത്തരം പറ്റിയ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പെയിൻറ്റ്, അതായത് കോൺക്രീറ്റിൻ്റെ ഒക്കെ സമയത്ത് നമ്മൾ അത് ജനലിൽ വീണ കോൺക്രീറ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ ചിരണ്ടി കളയാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ. അപ്പോൾ അത് നമ്മളിങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ തറവാട്ടിൽ നിന്ന് അമ്മച്ചി കുറച്ച് നാട്ടുമാങ്ങ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, അതിൻ്റെ ഇടയിൽ കൂടെ സത്യം പറഞ്ഞാൽ ഈ രാവിലെ വരുന്നതല്ലേ, അപ്പോൾ വൈകിട്ടാകുമ്പോഴത്തേക്ക് ഒരു വിശപ്പ് എന്തായാലും ഉണ്ടാവും. ഉച്ചയ്ക്ക് ചോറുണ്ടും, പിന്നെ വൈകിട്ട് അങ്ങനെ പിന്നെ കൊണ്ടുവരുന്ന എന്തെങ്കിലും കഴിച്ചെങ്കിലായി, ചിലപ്പോൾ കൊണ്ടുവരില്ല, ചിലപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും വിശക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ആ മാങ്ങയൊക്കെ തിന്നു. പിന്നെ ദോശ ഉണ്ടായിരുന്നു കേട്ടോ. ദോശ വൈകിട്ട് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കടയിൽ നിന്ന് കഴിച്ചില്ല. അപ്പോഴത്തേക്ക് നമ്മൾ കടയിൽ പോകേണ്ടി വന്നില്ലേ. അപ്പം കയ്യിലൊക്കെ നോക്കാൻ പോയതുകൊണ്ട് പിന്നെ ഞങ്ങളത് അവിടെ നിന്നൊക്കെ കഴിച്ചു. മീൻ കറി വെച്ചപ്പോൾ ഭയങ്കര ഒരു മണ്ടത്തരം പറ്റിയിട്ടോ. കറി സാധാരണ ഞാനിങ്ങനെ മുളക് പൊടി ഒക്കെ വാട്ടിയിട്ട്
അതിനകത്തേക്ക് മീൻ കഷ്ണം ഇടലാണ്. അപ്പോൾ ഞാൻ മീൻ കറി വെക്കാൻ നോക്കിയപ്പോൾ എനിക്ക് അമ്മ വിളിച്ചു വിട്ടു എന്നെ, വീട്ടിൽ നിന്ന് വിളിച്ചേ. അപ്പം മോട്ടനൊക്കെ അടുക്കളയിലുണ്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞാൽ നിങ്ങൾ ഇഞ്ചിയൊക്കെ നന്നാക്കിക്കോടാ എന്നും പറഞ്ഞ് ഞാൻ അപ്പോൾ പൊടി അരയ്ക്കുന്നിടത്ത് ഞാൻ പോയേ. വില നോക്കി നടക്കുകയാണെന്ന് അറിയാം. മോൻ്റെ ഇഞ്ചിയും കൂടെ ഇഞ്ചി അഭിരാമേ അയ്യോ കുഞ്ചി അമ്മയ്ക്കെൻ്റെ മക്കളാണ്, കുഞ്ചാമനോമന കഞ്ചാവാണ്, കഞ്ചാവ് ഇറ്റു നടന്നു കൊഞ്ചു, കഞ്ചാവ് കുഞ്ചു എന്ന പേര് വന്നു, വഞ്ചിയിൽ കഞ്ചാവ് ചാക്കു വച്ചു, തുഞ്ചത്തിരുന്ന് തുളഞ്ഞു. അപ്പോൾ കുഞ്ചിയമ്മേൻ്റെ പാട്ടൊക്കെ അവർ തലതിരിച്ചൊക്കെ പാടുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫോൺ വിളിച്ച് വന്നപ്പോഴത്തേക്കും പാട്ടൊക്കെ പാടി പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കറി വെക്കാനുള്ളതിലേക്കൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അവർ നന്നാക്കി തന്നു, ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ലേശം കുരുമുളക് പൊടി, ഇത്തിരി കടുകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട്, അതെനിക്ക് സോഫി ചേച്ചി പറഞ്ഞതാണ് ടിപ്പേ. ഒരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഷ്ണമീൻ കറി വെക്കുമ്പം ഇത്തിരി കടുകും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അരച്ചതിന് ശേഷം അത് നമ്മൾ കറി തിളപ്പിക്കുക. എന്നിട്ട് അതിനകത്ത് പുളിയും ആവശ്യത്തിന് പുളി ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വട്ടം ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ അപ്പോൾ അങ്ങനെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആണ് തുടങ്ങിയത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആകെ ടയേർഡ് കൊണ്ടാണോ എന്നറിയില്ല, ഞാൻ ആ മഞ്ഞൾപ്പൊടി 2 വട്ടം ഇട്ട് പോയി തോന്നുന്നുണ്ട് കേട്ടോ. അരയ്ക്കാൻ തുടങ്ങിയിട്ട് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇട്ടുന്നുണ്ട്. ഞാൻ ആകെ ടെൻഷനായിട്ട് കറി കൂട്ടാൻ പറ്റില്ലെന്ന് വിചാരിച്ചിട്ട് ആകെ ബേജാറായി. എല്ലാരും കാണണ്ടേ എന്നെ വിളിക്കട്ടെ. തോർത്തില്ലേ? ആ തോർത്തെടുത്ത് തുറക്കേ. ചെല്ലുന്നല്ല, നീ പോയിട്ട് അങ്ങ് തുറച്ചാൽ മതി. എന്തോ ഒരു പൊടി കഴിഞ്ഞ കൂടി മതിയോ കളർ കണ്ടിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ പോയ ഓരോ സ്ഥാപനത്തിലെ കാര്യങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അതായത് ടൗൺ ഏരിയയിലുള്ള ഷോപ്പുകളൊക്കെ ആകുമ്പോൾ നല്ല വാടകയൊക്കെ കൊടുക്കണമല്ലോ, സിയും കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പോൾ അതിൻ്റേതായ ചാർജൊക്കെ അവർ ഈടാക്കണമല്ലോ. അതുകൊണ്ടൊക്കെ ആയിരിക്കും അവിടേക്കൊക്കെ അത്രയും കൂടുതൽ. ഇപ്പോൾ ഏറ്റവും കുറവ് ഇപ്പോൾ നമുക്ക് അരീക്കോട് ഭാഗത്ത് എങ്ങാണ്ട് പോയ ഒരു ഷോപ്പിലാണ് ഏറ്റവും കുറഞ്ഞെന്ന് പറഞ്ഞാൽ 8,000-ൻ്റെ മുകളിലെങ്ങാണ്ട് 8,600 അങ്ങനെ എന്തോ റേറ്റാന്ന് തോന്നുന്നു പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒക്കെ കഴിഞ്ഞു. പിന്നെ എന്താ പറയുക,
കറിയായി. പക്ഷേ കറി ആയെങ്കിലും എനിക്ക് ആകെ ടെൻഷനായിരുന്നു, ഇത് കഴിക്കുമോ. മഞ്ഞപ്പൊടി ലേശം കൂടിയ പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ പിന്നെയും എന്നിട്ട് ഇങ്ങനെ ഒഴിച്ച് കൂട്ടി നോക്കൊക്കെ ചോദിച്ചു, ഇവരോടൊക്കെ ഞാൻ ചോദിച്ചു കയ്പ്പുണ്ടോടാ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ട്. എന്താണെങ്കിലും ദൈവം സഹായിച്ചിട്ട് ചോറിൽ വെച്ചപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ചോറിന് കൂട്ടി തിന്നുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കറി ഓക്കെ ആയിരുന്നു കേട്ടോ. ആകെ എന്താ പറയുക, ടെൻഷനായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അമ്മയും ചേട്ടായും ഞാനും കരഞ്ഞു. അങ്ങനെ കുടുങ്ങ കാണാനുണ്ട്. കുടുങ്ങ വെച്ച് എളുപ്പമായിരുന്നു. അച്ഛൻ തോട്ടക്കാർക്ക്, അമ്മ വീട്ടിക്ക്. അമ്മ ഞങ്ങളുടെ അടുത്തല്ലായിരുന്നു. ഞാനും അമ്മയും ചേട്ടായും രണ്ടും കൂടെ ഇല്ലായിരുന്നു. ഒരു അച്ഛൻ അവരെ ഉറങ്ങി തോട്ടക്കാർക്ക് അച്ഛമ്മ വീട്ടില്. അച്ഛ അമ്മ അരി രണ്ട് അച്ഛല്ല രണ്ട് മുട്ടായി കൊണ്ടുവന്നു. ഉടു അച്ഛൻ എന്നിട്ട് എന്താ പറഞ്ഞേ? അച്ഛ ഒരു മിറ്റത്തുണ്ടാന്ന്. അപ്പ തോട്ടക്കാർക്ക് പോയി. ഞാൻ അതിൽ കൂടെ കുളിക്കാൻ പോയിക്കും. ചേട്ടായി കുളി കഴിഞ്ഞ് വന്നു. പിന്നെ നമ്മളെ റേഷൻ കടയിൽ അരി ഇപ്പോൾ കുറച്ചായി, ഒരു മാസം കഴിഞ്ഞു. അപ്പോൾ അരിയിൽ അപ്പോഴത്തേക്കും പുഴുവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ പുഴുവൊക്കെ ആവുന്നതാണ് നല്ലത്. അരി അപ്പോൾ വലിയ വിഷമില്ലാത്ത അരിയാണ് നമുക്ക് വിശ്വസിക്കാം കേട്ടോ. അപ്പോൾ നല്ല തിളച്ച വെള്ളം ഒഴിക്കുമ്പം പുഴു പൊന്തി പോകുന്നുള്ളൂ. അങ്ങനെ കഴുകിയാണ് കളയുന്നത് കേട്ടോ. മീൻകറി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അടുപ്പ് കത്തിക്കാൻ വിറകൊക്കെ തീർന്നു കേട്ടോ. ഇനി വിറക് ഉണ്ടാക്കാനൊരു ലീവ് കിട്ടിയില്ല. വിറകുണ്ടാക്കാനുള്ള ഒരു സമയം കിട്ടിയില്ല കേട്ടോ. ഇനി വലിയ വിറകുണ്ട്, അല്ലാതെ ചെറിയ വിറകുകളൊക്കെ തീർന്നു കേട്ടോ. അപ്പോഴത്തേക്കും താഴത്തമ്മേൻ്റെ അടുത്ത് നിന്ന് പൂരിയും നൂൽപുട്ടും ഇഡ്ഡലിയൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പം മീൻകറി മാത്രമല്ലേ ഉള്ളൂ എന്ന് ഓർത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, വേഗം പോയിട്ട് ലേശം കാന്താരി മുളക് പറിച്ചിട്ട് ചമ്മന്തി അരച്ചേ. ചമ്മന്തി ഉണ്ടെങ്കിൽ ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ മക്കൾ തിന്നോട്ടെ എന്ന് ഓർത്തിട്ടായിരുന്നു ചട്നി ഉണ്ടാക്കിയത്. പക്ഷേ മീൻകറിയും ചട്നിയും കൂടെ കൂട്ടി ദോശയൊക്കെ തിന്നാൻ നല്ല രസമാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് ദോശ തിന്നുമ്പം മീൻകറീൻ്റെ കൂടെ ചട്നിയും കൂടെ, എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കണം. അടിപൊളിയാണ് കോമ്പിനേഷൻ ആട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ ഞാൻ വേഗം എന്ത് ചെയ്തു, കാന്താരി പറിച്ച് ചമ്മന്തി ഉണ്ടാക്കിയിട്ട് നമ്മൾ എല്ലാവരും ചട്നി ഉണ്ടാക്കിയിട്ടും അങ്ങനെ ദോശയും ഇഡ്ഡലിയും സാമ്പാറില്ല ഇതെല്ലാം താത്തമ്മേൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്നതും നമ്മൾ വെച്ച ചോറും അപ്പോഴത്തേക്ക് ബക്കാടിയും വന്നു കേട്ടോ. പിന്നെ ചോറൊക്കെ ഉണ്ടിട്ട് ചോറുണ്ടെന്നൊന്നും കാണിച്ചില്ല. കാരണം സത്യം പറഞ്ഞാൽ വീഡിയോ ആയിട്ട് പിടിക്കാനുള്ളൊരു മാനസികാവസ്ഥ സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മളെ പഹൽഗാമിലെ ന്യൂസും കാശ്മീരിലെ ആ പ്രശ്നങ്ങളും ഒരുപാട് ആളുകളെ ആ ഒരു ഇതൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ട് നമ്മുടെ ഇന്ത്യേൻ്റെ അവസ്ഥയും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലുള്ള അതൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചു പോകുമ്പോൾ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അത് കാരണം ഒരു വാർത്ത എന്തായി എന്നുള്ള കേൾക്കാനുള്ള ഒരു ആവേശമായിരുന്നേ. അപ്പോൾ പിന്നെ വേഗം ചോറ് കൊടുത്തിട്ട് മേല് പോലും ഇതുവരെ കഴുകിയിട്ടില്ല കേട്ടോ. ചോറ് കൊടുത്ത് ബാക്കി പണികൾ പാത്രം കഴുകൽ വേഗം തീർത്തിട്ട് പിന്നെ വാർത്തയും വെച്ചിട്ട് ഇരിക്കുകയാണ് ചെയ്തത്. പട്ടാളം, ISI, തീവ്രവാദികൾ, ഈ 3 പേരുടെ ഒരു സംയുക്ത ഓപ്പറേഷനാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റാത്ത. അല്ലെങ്കിൽ ഇന്ത്യ പോലെ രാജ്യത്തിനൊക്കെ 10 തീവ്രവാദികൾ കയറി എപ്പോൾ ഫിനിഷ് ചെയ്യുമെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ശരിയാണ്, വാർത്തകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും നമ്മളെ മനസ്സ് വല്ലാതെ അലട്ടിപ്പോകും കേട്ടോ. എന്തിനാണ് ഈ മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും ഒക്കെയുള്ള ഈ വർഗീയതയും ഭീകരവാദമൊക്കെ എന്തിനാണ് ശരിക്കും എന്നുള്ളത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ടുള്ള ലാഭം എന്താണ് എന്നൊന്നും എന്താ പറയുക അല്ലേ, ചിന്തിക്കാതെ വെറുതെ മനുഷ്യനെ കൊന്ന് കൊലവിളി നടത്തുന്ന ഒരു കാലഘട്ടം. എങ്ങോട്ടാണ് പോകുന്നത് രാജ്യത്തിൻ്റെ പോക്ക് ഒന്നും അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളതിൽ വല്ലാതെ വിഷമം തോന്നിയൊരു ഇതാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, കുറേ നേരം ഞങ്ങൾ അടുക്കളയിൽ തന്നെ ഇരുന്ന് വാർത്ത ഞാനത് കേട്ടിരുന്നു. മോനൂസ് അവിടെ വന്ന് അതിൽ വീഡിയോ കാണുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് TV ഇല്ലാതെ ആയിട്ട് ഇപ്പോൾ കുറേ ആയി. താഴത്തെ വീട്ടിൽ നിന്നാണെങ്കിലും TV ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാൻഡ് TV വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് വർക്കിംഗ് അല്ല കേട്ടോ. അപ്പോൾ പിന്നെ TV കാണാൻ ഇവർ താഴത്തെ വീട്ടിൽ പോകലാണ്. താഴത്തമ്മേൻ്റെ വീട്ടിൽ പോകും, TV കാണാൻ പോകും, സിനിമ കണ്ടിട്ടൊക്കെ വരലാണ്. അപ്പം ഈ വാർത്ത സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം വാർത്ത കേൾക്കുന്നില്ല, വാർത്തയും കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അന്നത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നു എന്നല്ലാതെ നമ്മൾ ഡെയിലി പണിക്ക് പോകണു, വീട്ടിൽ വരുന്നു, വീട്ടിലെ പണിയെടുക്കുന്നു, ഇങ്ങനെ തന്നെ ഇതൊരു ഓർഡറിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളെ ഷോപ്പിൽ വന്നപ്പോൾ വിൽസൺ ചേട്ടനാണ് എന്നോട് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേട്ടോ.
അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ ന്യൂസ് കയറി കാണുന്നതും പിന്നെ ആണ് അതിനെക്കുറിച്ച് പിന്നെ ആ ദിവസം ഇന്നലെ ദിവസം മുഴുവൻ എനിക്ക് തോന്നുന്നു ഞാൻ ആ ന്യൂസിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് കേൾക്കുകയായിരുന്നു കേട്ടോ. അപ്പം എന്താ പറയുക, നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെ രാജ്യത്തിന് വേണ്ടി. എല്ലാ രാജ്യത്തിന് വേണ്ടിയിട്ടും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷവും വെറുപ്പും ഒന്നും തോന്നാതെ നമ്മളെ ഇപ്പോൾ ഇന്ത്യയിൽ മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, പിന്നെ ഹിന്ദുക്കളുണ്ട്, എല്ലാ മത വിഭാഗങ്ങളുണ്ട്. ആർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയതയും വിദ്വേഷവും ഭീകരതയും തോന്നാത്തൊരു ജീവിതം, സമാധാനപരമായൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമല്ലേ. അപ്പം അങ്ങനെ ആയി തീരട്ടെ. വലിയ ഒരു മൂന്നാം ലോക യുദ്ധത്തിലേക്ക് ഒരു യുദ്ധങ്ങളൊന്നും കാണാനുള്ളൊരവസരം നമുക്ക് ഇല്ലാതിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു എന്താ പറയുക സമനില തെറ്റിപ്പോവാതെ ഒരു നല്ല രീതിയിലുള്ള ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ നമുക്ക് ആശിക്കാം. അങ്ങനെ ഞാനതൊക്കെ ഇങ്ങനെ ഓർത്തു. ആകെ മൊത്തത്തിലൊരു മൂഡ് ഓഫ് ആയ ദിവസങ്ങളാണിപ്പം കുറച്ച് ദിവസമായിട്ട്. എന്താണെങ്കിലും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും താങ്ക് യു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.